ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഈ ദളിത് വിഭാഗങ്ങളുടെ പരാതിയാണ്. ഈ സംവരണ സീറ്റുകളിൽ എന്തുമാകാം എന്ന സതീശനടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ ഒരു അലംഭാവ ചിന്തയുണ്ട് എന്ന് ദളിത് വിഭാഗത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി പറയുകയാണ്. അവർ പരാതി അയക്കുകയാണ്. അത് വളരെ ഗൗരവമാണ്. ഇപ്പുറത്ത് നമ്മൾ നോക്കൂ, ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ സർക്കാർ നൽകുന്നത് അത് ദളിത് ആദിവാസി വിഭാഗങ്ങൾക്കാണ്. ഏറ്റവും കൂടുതൽ വീടുകൾ, ഈ 5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചാൽ സ്വാഭാവികമായി ഏറ്റവും കൂടുതൽ വീടുകൾ ലൈഫ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ദളിത് വിഭാഗങ്ങൾക്കാണ്, പാർശ്വവൽകൃതർക്കാണ്. അപ്പോൾ ഇങ്ങനെ അവരെ കരുതുന്ന സർക്കാരിൻ്റെ നടപടികൾ ഒരു വശത്ത്, പ്രതിപക്ഷം മത്സര രംഗത്ത് പോലും, അതായത് ജയിച്ച് കയറുമെന്നോ ഒരു ലക്ഷണവുമില്ല, കനകോലുവിൻ്റെ അടക്കമുള്ള അവരുടെ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് അമ്പയെ തോറ്റ് പരാജയപ്പെടും, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പോലെയല്ല എന്നൊക്കെ അവരുടെ ആഭ്യന്തര സംവിധാനം വ്യക്തമാക്കി. എന്നിട്ട് പോലും മത്സര രംഗത്ത് പോലും ദളിത് വിഭാഗങ്ങൾക്ക് പുതിയ പുതിയ സാധ്യതകൾ തുറക്കുന്ന ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടിനെയും താരതമ്യം ചെയ്യണം. ആ ഒരു എലമെൻറ്റിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്, ശ്രീ PM സുരേഷ് ബാബു? ജിംഷാദ്, ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ കോൺഗ്രസ് പാർട്ടിയുടെ വക്താക്കളായി വരുന്ന പ്രധാനപ്പെട്ട നമ്മുടെ മാന്യമായ സുഹൃത്തുക്കളും സ്നേഹിതന്മാരും നേതാക്കളും, ഒരു കാലഘട്ടത്തിൽ അങ്ങേക്കറിയാലോ, ഞാൻ അതിൻ്റെ ഒരു വക്താവായി ചാനലുകളിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്. അവർ വിചാരിക്കുന്നത് ജനാധിപത്യ സംവിധാനം ഉൾക്കൊള്ളുന്നൊരു പാർട്ടി, ആ പാർട്ടിക്ക് പൊതുജനങ്ങളുടെ ഇടയിൽ കലഹിക്കാം എന്നാണ്. പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കലഹിച്ച് എല്ലാ ദിവസവും കലഹിച്ചു കൊണ്ടേയിരിക്കാം, അതിനെ ജനാധിപത്യം എന്നുള്ള ഒരു മധുര വാക്ക് കൊണ്ട് പൊതിഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ് ഈ ചർച്ചകളിലൊക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനാധിപത്യം എന്ന ജനാധിപത്യ സംവിധാനമുള്ള പാർട്ടി എന്ന് പറഞ്ഞാൽ കൂടിയാലോചിച്ച് തീരുമാനത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംവിധാനമാണെന്ന നിർവചനത്തെ മറന്ന് ജനാധിപത്യം എന്ന വാക്കിൻ്റെ വ്യാഖ്യാനങ്ങളെ നടുറോട്ടിൽ തർക്കിക്കുകയും മാധ്യമങ്ങളുടെ മുമ്പിൽ കലഹിക്കുകയും ചെയ്യുന്നതിനാണ് ജനാധിപത്യം എന്ന വാക്കിൻ്റെ നിർവചനമാക്കി കൊണ്ടു നടക്കുന്നത് എങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് അതിദയനീയമായ പരാജയമോ അല്ലെ അതിദയനീയമായ സംഘടനാപരമായ വീഴ്ചയോ ഉണ്ടാകും എന്ന് ഞാൻ ആശങ്കപ്പെടുകയാണ്. രണ്ടാമത് ഈ കാര്യത്തിൽ പറയാനുള്ള ഒരു വിഷയം എന്താണ്, ഇവിടെ ജനാധിപത്യ സംവിധാനത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിക്ക് ഈ നാട്ടിൽ 10 വർഷക്കാലം അവർ പ്രതിപക്ഷത്താണ്. അതിൻ്റെതായൊരു മനപ്രയാസം ആ പാർട്ടിക്കുണ്ടാകും, അത് സ്വാഭാവികമാണ് എന്ന് ഞാൻ കരുതുന്നു. പ്രത്യേകിച്ച് സംവിധാനങ്ങളുടെ ഭാഗമാകാതെ ഈ തരത്തിൽ ഭരണത്തിലേക്ക് കുതിക്കണം എന്ന് ആഗ്രഹിച്ചു വരുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന മനപ്രയാസത്തെ നോക്കിക്കാണാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടുന്നത് എന്താണ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കരുതിക്കൂട്ടി കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത, ലോക്സഭാ അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകൾ, അത് രാജ്യത്തിൻ്റെ പണം ഉപയോഗിച്ച് നടന്ന ഒരു തിരഞ്ഞെടുപ്പാണ്. രാജ്യം ഒരുപടി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നടന്നിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. ശ്രീ ലാൽകുമാർ ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിലെ ജനത, ആ ജനത ഇവരെ ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത് RSS, BJP, സംഘപരിവാർ സംഘടനകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ മലീമസമാക്കുകയും ഇന്ത്യയിലെ ഭരണഘടനാ വ്യവസ്ഥകളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് മുന്നണിയിൽ നിന്ന് പോരാടി പരാജയപ്പെടുത്തും, അതിന് കോൺഗ്രസ്സിലെ അംഗങ്ങളാണ് കൂടുതൽ യുക്തം എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്ത് ജനങ്ങൾ അവിടെ പറഞ്ഞയച്ചതാണ്. ആ പറഞ്ഞയച്ചിടത്ത് നിന്ന് തങ്ങളെ കൊണ്ടിതൊന്നും കഴിയില്ല, ഞങ്ങൾക്ക് കേരളത്തിൽ വന്ന് സുഖവാസം നടത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി കേരളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വിധേയത്വത്തിൻ്റെയും കൂടി ഭാഗമാണ് എന്ന് ഞാൻ ഈ കാര്യത്തിൽ സംശയിക്കുന്നുണ്ട്. അവിടെ പോയി ഏത് സംഘപരിവാർ രാഷ്ട്രീയത്തെയാണോ എതിർക്കേണ്ടത് അത് എതിർക്കാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കേരളത്തിലേക്ക് മടങ്ങുന്നു എന്നത് വളരെ ഗൗരവത്തോടു കൂടി രാജ്യത്തെ ജനങ്ങൾ കാണണം. ഇവിടെ ഇപ്പോൾ എന്നോട് അജിംഷാദ് ചോദിച്ചിട്ടുള്ളത് ദളിത് വിഭാഗത്തിനോടുള്ള അവരോടുള്ള ഇടത് ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ
സമീപനവും ആ സമീപനത്തിനോട് പ്രതികരിക്കാത്ത തരത്തിൽ പ്രതിപക്ഷം കാണിക്കുന്നതുമായിട്ടുള്ളൊരു വസ്തുതയാണ്. അതിന് സാങ്കത്യത്തിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. കാരണം ഏതൊക്കെ തരത്തിൽ ഈ ഗവൺമെൻറ് 10 വർഷമായി ഒരു പൊതുസമൂഹത്തെ, ദളിത് വിഭാഗത്തെ എങ്ങനെ കൂട്ടിപ്പിടിച്ചു വന്നോ, അവരെ എങ്ങനെ നമ്മളുമായി സഹകരിപ്പിച്ച് നിർത്തിയോ എന്നത് അനുഭവിക്കുന്ന ജനവിഭാഗം, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ജനവിഭാഗം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ എവിടെയാണ് പച്ചത്തുരുത്ത് എന്ന് നോക്കി അവിടത്തേക്ക് പറന്നു പോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം വ്യക്തിപരമായി നടത്തുകയും അതിന് കുടക്കീഴിൽ നിൽക്കാനും കുടക്കീഴിൽ നിർത്താനും നേതാക്കന്മാർ തയ്യാറാവുകയും ചെയ്യുന്നത് കേരളത്തിലെ ജനസമൂഹത്തിനോട് കോൺഗ്രസ് പാർട്ടി കാണിക്കുന്ന ഏറ്റവും കടുത്ത പാതകമാണ് എന്ന് പറയാൻ എന്നെപ്പോലെയുള്ള ആളുകൾ നിർബന്ധിതരാകുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തിപരമായി ഈ കാര്യത്തിലുള്ള എൻ്റെ അഭിപ്രായം, കോൺഗ്രസ് പാർട്ടി ജനാധിപത്യത്തെ കലഹിക്കാനുള്ള ഒരു അവസരമാണ്, കലഹിക്കാനുള്ള സംവിധാനമാണ് എന്ന നിർവചനത്തിൽ നിന്ന് പിന്തിരികയും കനകോലു അടക്കമുള്ള ആളുകളുടെ ഉപദേശങ്ങളിൽ നിന്ന് മാറി കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കന്മാരും കോൺഗ്രസിലെ ചിന്താശക്തിയുള്ള ചെറുപ്പക്കാരായ നേതാക്കന്മാരും അവരിരുന്ന് ആലോചിച്ച് കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ, UDF രാഷ്ട്രീയത്തെ എങ്ങനെ നയിക്കണം എന്ന് തീരുമാനിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു ചെറുത്തുനിൽപ്പിന് കോൺഗ്രസ് പാർട്ടിക്കും UDFനും കഴിഞ്ഞേക്കാം. അതല്ലാത്ത പക്ഷം അതിദയനീയമായ ഒരു രാഷ്ട്രീയ തോൽവി കോൺഗ്രസും UDFും അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് എനിക്ക് ആശങ്കയുണ്ട്. തീർച്ചയായും.